ഈ ഗിനിപ്പന്നികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ കരുതിയിരുന്ന പണ്ടൊക്കെ ഗിനിപ്പന്നികൾ എന്ന് പറഞ്ഞാൽ എന്തോ പന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണെന്ന് കരുതിയിരുന്നത്. പിന്നെയാണ് അറിയുന്നത് വെള്ള എലികളാണ് ഗിനിപ്പന്നികളെന്ന്. അപ്പോൾ ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ജീവികൾ എന്ന തരത്തിലാണ് ഗിനിപ്പന്നികൾ അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യക്കാർ മൊത്തം ഇതുപോലെ പരീക്ഷണ വസ്തുക്കളാണ്, ഗിനിപ്പന്നികളാണെന്ന് പറഞ്ഞിരിക്കുന്നു ബിൽ ഗേറ്റ്സ്. അതെ. ഏത് സാഹചര്യത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ്? മൈക്രോസോഫ്റ്റ് സിഇഒ ആണ്. അയാൾക്കും മൈക്രോസോഫ്റ്റ് മുതലാളി അയാൾക്കും അയാളുടെ ഭാര്യ മെലിൻഡയ്ക്കും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ. രാജ്യങ്ങളിലൊക്കെ പോയി പലതരം മറ്റേ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ. ഒരു മനുഷ്യൻ അയാൾക്ക് അറിയുന്ന പണി ചെയ്താൽ പോരെ? അയാൾ ഈ IT മേഖലയിലാണെങ്കിൽ അത് ചെയ്താൽ പോരെ? ഇയാളിപ്പോൾ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ വിപ്ലവം നടത്തും എന്ന് പറഞ്ഞ് നടക്കുക. നല്ല കച്ചവട സാധ്യതയുള്ള മേഖലയാണ്. അതെ, അങ്ങനെ തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അയാളിപ്പോൾ റീഡ് ഹോഫ്മാൻ മായിട്ട് നടത്തിയ പോഡ്കാസ്റ്റ്, റീഡ് ഹോഫ്മാൻ പോഡ്കാസ്റ്റിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ആ വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആ ഇന്ത്യയെ പറ്റി പറഞ്ഞ ഭാഗം, എ കൈൻഡ് ഓഫ് ലബോറട്ടറി ടു ഡു തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. ഇന്ത്യക്കാർ ഗിനിപ്പന്നികളാണ്. അവിടെ നമ്മളുടെ ഒരു ഉൽപ്പന്നം നന്നായിട്ട് വിറ്റാൽ ലോകത്ത് നമുക്ക് ഏത് രാജ്യത്തും വിൽക്കാം. അപ്പോഴും അയാൾ വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യ വിജയിച്ച എല്ലായിടത്തും വിജയിച്ചു. ഇന്ത്യ പല കാര്യങ്ങളും അവതാളത്തിലായതിന് ഉദാഹരണമാണ് ഇന്ത്യ. ആരോഗ്യം, പോഷക രംഗം എന്ന് പറഞ്ഞാൽ പോഷകാംശമുള്ള അത് വിദ്യാഭ്യാസം, ഈ രംഗങ്ങളിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അത് ഒരു സ്ഥിരതയൊക്കെ വരുന്നുണ്ട് രാജ്യത്തിന്. സർക്കാരിൻ്റെ വരുമാനം കൂടുന്നുണ്ട്. 20 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ ഒരു വികസിത രാജ്യമാകാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ പോസിറ്റീവാണ്. പക്ഷേ അത് ഞങ്ങളുടെ പരീക്ഷണശാലയാണ് ഈ കാരണങ്ങൾ കൊണ്ട്. അവിടെ ജയിച്ചാൽ മറ്റിടങ്ങളിൽ കൊണ്ടുപോകാം. ഇന്ത്യക്കാർ ഞങ്ങളുടെ ഗിനിപ്പന്നികളാണ്. അതിനാൽ ഞങ്ങളുടെ അമേരിക്കയ്ക്ക് പുറത്തെ വലിയ ഓഫീസ് ഞങ്ങൾ തുറന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. അമേരിക്കയ്ക്ക് പുറത്തെ ഏറ്റവും വലിയ അയാളുടെ ഓഫീസ് ഇന്ത്യയിലാണ്. പൈലറ്റ് റോൾ ഔട്ട് അവിടെയാണ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് പരിപാടികളൊക്കെ അവിടെയാണ്. അത്യാവശ്യം അരാജകത്വമുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. തെരുവിൽ നമ്മൾ ഒരേ സമയം ആളുകൾക്ക് പല തരത്തിൽ വരുമാനം കിട്ടുന്നത് കാണാം. ഓരോരുത്തർ ഇങ്ങനെ പല വരുമാനത്തിലുള്ള ആളുകൾ തെരുവിൽ കാണാം. എങ്കിലും കുറേ ഊർജമുള്ള സ്ഥലമാണ്, വൈബ്രൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സർക്കാർ, മീഡിയ, പ്രതിപക്ഷം ഇങ്ങനെ എല്ലാത്തിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഈ ബിൽ ഗേറ്റ്സ്. അയാൾ പല രാജ്യങ്ങളിലും പോയി വാക്സിനേഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദോഷം മനുഷ്യർക്ക് ഉണ്ടായതൊക്കെ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തൊന്നും വന്നിട്ടില്ല. വലിയ അന്വേഷണങ്ങൾ ഇയാളുടെ വൃത്തികേടുകളെ സംബന്ധിച്ച് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. FCRA ഒന്നും ഇല്ലാത്ത ഓഫീസാണ് ഇന്ത്യയിൽ. ഇയാൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവാണല്ലോ. ഓരോരുത്തരെ വന്ന് കാണും, ഫണ്ട് കൊടുക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഈ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ചോട്ടിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇയാളിപ്പോൾ ഹീറോ ആണ്, നാം എന്നാണ് ഇതൊക്കെ തിരിച്ചറിയുക? നമ്മളെ പ്രസക്തമായ ചോദ്യമാണ്. അയാൾ പണ്ടേ മഹാമാരി പ്രവചിച്ച ആളാണ്. മനുഷ്യ സ്നേഹം പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പിശാചാണ് അയാൾ. വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ കമൻറ്റുകൾ അധികം പറയാതെ ഇയാൾ ലോകത്ത് വരുത്തി വെച്ചിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ നമുക്ക് നോക്കാം. 2007 ഇയാൾ പ്രോഗ്രാം ഫോർ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇൻ ഹെൽത്ത്. ഇയാൾ മൈക്രോസോഫ്റ്റുമായിട്ട് ഇരിക്കുകയല്ലോ, ഇയാൾ രോഗം നന്നാക്കാൻ ഇറക്കുകയാണ്. വേറൊരു തരം സോറോസാണിത്. 2007 പ്രോഗ്രാം ഫോർ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇൻ ഹെൽത്ത്, അത് ഷോർട്ട് ഫോമിൽ പാത്ത് എന്ന് വരും. ഈ പാത്ത് ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ ആന്ധ്രയിൽ 24,000 ഗോത്രവർഗ കുട്ടികൾക്ക് 24,000 ഗോത്രവർഗ കുട്ടികൾക്ക് വാക്സിൻ കൊടുത്തു ഈ ഫൗണ്ടേഷൻ.
ICMRന്റെ അനുമതി ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള. അവരുടെ അനുവാദം വേണമല്ലോ. ഗേറ്റ്സ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുകയാണല്ലോ. അനുവാദവും ഉണ്ടായിരുന്നു. ഗുജറാത്തിലും അനുമതി ഉണ്ടായിരുന്നു. ക്ലിനിക്കൽ ട്രയലാണ് നടന്നത് വാക്സിൻ ഈ ഗോത്രവർഗങ്ങൾക്കിടയ്ക്ക്. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു മരുന്നിൻ്റെ ക്ലിനിക്കൽ ട്രയലാണ് നടന്നത്, ഗർഭാശയ ക്യാൻസറിൻ്റെ. ഇത് അവരെ ബാധിക്കുക ചെയ്തത്. ഈ ട്രയൽ നടന്ന ഗോത്രവർഗ സ്ത്രീ ബാധിക്കുകയാണ് ചെയ്തത്. മരണം ഉണ്ടായിരുന്നു. ഒരു 2000-ഓളം മരണം ഉണ്ടായതായിട്ടാണ് കണക്ക്. എത്ര പേർക്ക് കുത്തിവെച്ചു? ആന്ധ്ര. ആ കണക്കുകൾ ഇത് ഞാൻ പറഞ്ഞ പോലെ എക്സ്പോസ് ചെയ്യുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നുള്ളതൊക്കെ അറിയാം. ഗോത്രവർഗമാണല്ലോ, ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇയാൾ കൊണ്ടുപോയി പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ പൈസ കൊണ്ട് കൊടുക്കുമല്ലോ. ഈ മരണം ഉണ്ടായിട്ടുണ്ട്, അവർ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. രോഗിയുടെ അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ രോഗികളുടെ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. പാർലമെൻ്ററി സമിതി ഇത് അന്വേഷിക്കാൻ പോയിരുന്നു. പാർലമെൻ്ററി സമിതി ഇതിനെ വിമർശിച്ചിരുന്നു. ICMR അനുമതി കൊടുത്തതിനെയും വിമർശിച്ചിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നില്ല. ആരും കേട്ടില്ല. പാത്ത് ഇയാളുടെ ഈ സംഘടന ഇതുപോലെ പെറു, ഉഗാണ്ട, ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇയാൾ എന്ത് സാധനമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര 3000 മരണം അല്ലേ? പെറു, ഉഗാണ്ട, വിയറ്റ്നാം 2000-നും 3000-നും ഇടയ്ക്ക് മരണം ഉണ്ട് എന്നാണ് ശരിക്കും നമ്മൾ അന്വേഷിച്ച് വലിയ റിപ്പോർട്ടുകൾ വരേണ്ട ഒരു കേസാണത്. ആന്ധ്രയിൽ, ഗുജറാത്തിലും ഇത് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് ഈ വാക്സിനേഷൻ പരിപാടിക്ക് ഇറങ്ങുന്നത്? അല്ല, അയാൾക്ക് ഒരു പുതിയ ബിസിനസ് മേഖല തുടങ്ങുന്നു. അത് തന്നെ. അയാൾ മരുന്നുണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് വിജയകരമായിട്ട് പരീക്ഷിച്ചാലല്ലേ അവിടെ അനുവാദം കിട്ടുള്ളൂ. അമേരിക്കയിൽ ക്ലിനിക്കൽ ട്രയലൊക്കെ വിജയിക്കണമല്ലോ. ഇയാൾ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇയാൾക്ക് വലിയ മനുഷ്യത്വവും കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. ഒരുപാട് ധനികനായ സിയറ്റിലെ ഒരു അഭിഭാഷകൻ, പിന്നെ ഒരു ബാങ്കിങ് ഹെയറസ് ആണ് അമ്മ. വലിയ ബാങ്കിങ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അനന്തരാവകാശി. അങ്ങനെയാണ്. ഇയാളുടെ ഈ ഫൗണ്ടേഷൻ $63 ബില്യൺ മൂല്യമുള്ളതാണ്. അത്രയും ഉണ്ട്. അയാൾ മറ്റേതിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയതൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ലോകത്തിലെ പകുതി രാജ്യങ്ങളുടെ GDP-യേക്കാൾ കൂടുതലാണ്. ഈ BMGF ഫൗണ്ടേഷൻ, ബിൽ ഗേറ്റ്സ് മെലിൻഡ, അയാൾ അവകാശപ്പെടുന്നത് 10 മില്യൺ ജീവിതങ്ങളെ എൻ്റെ ഫൗണ്ടേഷൻ രക്ഷിച്ചു എന്നാണ്. ഇത് ഇയാൾ അവകാശപ്പെടുന്ന കണക്ക് മാത്രം കണക്കാണ്. വേറെ ഒരു ബേസിസും ഇല്ല. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുമില്ല ആ കണക്ക്. അമേരിക്കൻ പത്രപ്രവർത്തകൻ ടിം സ്വാബ് ഒരു ദീർഘ സംഭവം ഇയാളെ പറ്റി എഴുതിയിട്ടുണ്ട്. ദ ബിൽ ഗേറ്റ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ദീർഘപ്രബന്ധം. അതിൽ അയാൾ പറയുന്നുണ്ട് ബിൽ ഗേറ്റ്സ് എല്ലാ രാജ്യത്തിലും പോയിട്ട് ജനസംഖ്യാ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആളുകളെ കൊല്ലുന്നത്, ചെയ്യുന്നത് ജനസംഖ്യാ നിയന്ത്രണം. ഇയാളെപ്പോഴും ഇയാളുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഷ്വാബ്, ഈ സംസാരിക്കാനൊക്കെ. ഇയാളെപ്പോഴും ഈ ഐക്യുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോളിയോ വാക്സിൻ്റെ പരിപാടികൾ ധാരാളം ഇയാൾ ചെയ്തിട്ടുണ്ട്. പോളിയോ വാക്സിൻ 2020 ആഫ്രിക്കയിൽ പോളിയോ വാക്സിൻ കൊടുത്തിട്ട് 1000-ലേറെ രോഗികൾക്ക് തളർച്ച വന്നു, പാരാലിസിസ്. ഇയാളുടെ പോളിയോ വാക്സിൻ ക്ലിനിക്കൽ ട്രയൽ 1000 പേർക്ക് തളർച്ച വന്നു. ഇയാൾ നിലവിലുള്ളതല്ല, പുതുതായിട്ടുണ്ടാക്കിയ വാക്സിൻ പരീക്ഷിക്കുക. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ആളുകൾ വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ട്. പോളിയോ വാക്സിൻ കഴിച്ചാൽ അത് ആളുകൾക്ക് തളർച്ച ഉണ്ടാവുന്നു നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന പോലെ ആവണം. അങ്ങനെയല്ല. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിലുള്ള വാക്സിൻ അല്ല, സൗജന്യമായിട്ട് ആളുകളെ നന്നാക്കാൻ കൊണ്ടുപോയി. അയാൾ പുതുതായി ഒരു വാക്സിൻ ഉണ്ടാക്കിയിട്ട് അത് പരീക്ഷിച്ചതാണ് ആളുകളിൽ. അല്ലാതെ അയാൾ ഗാസയിൽ കൊണ്ടുപോയി ഇത് ചെയ്തോ? ഇല്ലല്ലോ. ഇത് 1000-ലേറെ പേർക്ക് തളർച്ച വന്നു എന്നുള്ളത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ അതിൻ്റെ ഫലം വന്നു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ പ്രസിദ്ധീകരിച്ചു. ഈ 1000 പേർക്ക് ആഫ്രിക്കയിൽ തളർച്ച വന്നു ഇയാളുടെ വാക്സിൻ
കാരണം എന്ന് വന്നു. ഇനി ഇയാളെ പറ്റി ഇപ്പോൾ ഈ ജെഫ് ബിസോസ് വാഷിങ്ടൺ പോസ്റ്റ് വാങ്ങിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുമാതിരി. ജെഫ് ബിസോസ് ആമസോണിൻ്റെ മുതലാളി. പക്ഷേ ഇയാൾ ഈ ബിൽ ഗേറ്റ്സ്, BBC, ഫിനാൻഷ്യൽ ടൈംസ്, ഗാർഡിയൻ തൊഴിലാളി വർഗ പത്രം, അറ്റ്ലാന്റിക്, ന്യൂയോർക്ക് ടൈംസ്, ലേ മൊണ്ടെ ഫ്രാൻസിൽ, ദർ സ്പീഗൽ, അൽ ജസീറ ഇത്രയും മാധ്യമങ്ങളിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പണം മുടക്കിയിട്ടുണ്ട്. പിന്നെ അത് ആരും പറയാറില്ല. ഇത്രയും മാധ്യമങ്ങളിൽ പണം മുടക്കുകയും അവരെ കൊണ്ട് ഇയാൾക്ക് പോസിറ്റീവായ വാർത്തകൾ എഴുതിക്കുകയും ചെയ്യുന്നത് ആരും ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ജെഫ് ബിസോസ് വാഷിങ്ടൺ പോസ്റ്റ് $250 മില്യൺ വാങ്ങിയത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാളെപ്പറ്റി എന്നിട്ട് ഈ പത്രപ്രവർത്തകൻ ടിം ഷാബ് പറയുന്നത് ഡയബോളിക്കൽ ജീനിയസ് എന്നാണ്. പിശാചായ ബുദ്ധിജീവി, പൈശാചിക ബുദ്ധിയുള്ള ആൾ, പൈശാചിക മനീഷി എന്നൊക്കെ പറയാവുന്ന ദിഷണാശാലി എന്നോ. ഏതായാലും വല്ലാത്ത ഞെട്ടലാണ്. നമ്മൾ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരുള്ള കാലമാണിത്. ആ സമയത്ത് പോലും ഒരു വിദേശ ശക്തിക്ക് ഇവിടെ ഇടപെട്ട് ആദിവാസികൾക്ക് മരുന്ന് പരീക്ഷണം നടത്തി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പാർലമെൻ്ററി സമിതി എന്ന് പറയുമ്പോൾ BJPക്കാർ മാത്രമല്ല, എല്ലാവരും ഉൾപ്പെടുന്ന പാർലമെൻ്ററി സമിതി അംഗീകരിച്ചിട്ട് അതിലെ പ്രതിപക്ഷ അംഗങ്ങൾ പോലും പുറത്തു പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ്. ഞാൻ ഈ ഗിനിപ്പന്നി എന്ന് ഇയാൾ വിളിച്ചപ്പോൾ ഇയാൾ എന്തൊക്കെ കൊള്ളരുതായികയാണ് ചെയ്തതെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇയാളുടെ പരസ്യങ്ങൾ ആളുകൾക്ക് വരുന്നുണ്ടാവും. പിന്നെ ബിൽഗേറ്റ്സ് വരുമ്പോൾ ഇയാൾ മൈക്രോസോഫ്റ്റിന്റെ മേധാവി എന്നുള്ള മേൽവിലാസമാണ്. ഏത് പ്രധാനമന്ത്രിയും കൈ കൊടുക്കും. കാരണം ഇവിടെ വന്ന് വ്യവസായം തുടങ്ങുന്നതാണല്ലോ കരുതുന്നത്. ഇയാളുടെ പരിപാടി വേറെയാ. ഇയാള് തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഗിനിപ്പന്നികളാണ് ഇന്ത്യക്കാർ, എൻ്റെ പരീക്ഷണശാലയാണ് എന്ന് പറഞ്ഞല്ലോ. അയാൾ പരീക്ഷണശാല IT മേഖലയിലല്ലല്ലോ നടത്തുന്നത്, ക്ലിനിക്കൽ ട്രയൽസ്. വല്ലാത്ത ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ തൂവൽ പക്ഷികളെ പോലെ നിന്ന് ഈ നാട്ടിലെ നിസ്വരായ, ആരും സഹായിക്കാൻ ആരുമില്ലാത്ത ആദിവാസി മേഖലയിൽ നടത്തിയ വലിയ വംശഹത്യയാണിത്. അതെ, അതാ ചെയ്തിരിക്കുന്നത്. അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയാണ്. ഇന്ത്യ, ആഫ്രിക്ക. ആരും ചോദിക്കില്ല, ചോദിക്കാനും പറയാനുമില്ല. പക്ഷേ ഇന്ത്യയിലെങ്കിലും ചോദിക്കാൻ ആളുകൾ ഉണ്ടാവേണ്ടതാണ്. ഇനിയും ആകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.